ആദ്യ ആദ്യ ആഹാ, ഇത് കുളിക്കാനാന്നങ്ങോട്ട് ഇവിടെ വന്നിരിക്കണ്. ഇതെന്താ ഇങ്ങനെ ആലോചിച്ചിരിക്കണ്? അളിയെ വിളിച്ചിട്ട് എന്താ പറഞ്ഞത്? എൻ്റെ മുഖത്തിനൊരു ഉഷാറില്ലല്ലോ. അല്ല ചീത്തയും പറഞ്ഞാ? ആടി കുളിക്കാൻ പോകണുള്ളൂ. ഞാൻ അങ്ങനെ ഓരോന്നിരുന്ന് ആലോചിച്ചതാണ്. അഫ്സൽക്ക് എന്ത് പറയാൻ? അഫ്സൽക്ക് എന്നോട് പറഞ്ഞതേ നാളെ രാവിലെ അങ്ങോട്ട് ചെല്ലാനാണ്. ഞാൻ ഒറ്റക്ക് വരൂല, അളിയക്കാരനോട് ഇങ്ങോട്ട് എന്നെ കൊണ്ടുപോകാൻ വരുമെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറയാണ് ഇറങ്ങി പോരാൻ കാണിച്ച ധൈര്യം അങ്ങോട്ട് ഒറ്റക്ക് കയറി ചെല്ലാനും വേണമെന്ന്. മൂപ്പരാൾ വരൂല എന്നാണ് പറഞ്ഞത്. ഇക്കാന്നുണ്ടെങ്കിൽ ആകെ പേടിയാവും. മൂപ്പരാൾ കുറച്ച് ദേഷ്യത്തിൽ സംസാരിച്ച് കണ്ട് ഫോൺ വെച്ചത്. ഇതിപ്പോൾ മഹറാണെങ്കിൽ അവിടെ ഊരി വെച്ച് പോന്നും ചെയ്ത്. ഇനിയിപ്പോൾ എല്ലാവരും കൂടി ഇന്നെ ആ പേരിലാവും ഇന്നെ അവിടെ ഇട്ടുകൊണ്ട് ശിക്ഷിക്കൽ. ഞാൻ എന്നോട് പറഞ്ഞതല്ല മോളെ, ആണുങ്ങളെ ദേഷ്യത്തിന് പറ്റിയിട്ട് ഒരു നേരത്തെ ഒരു നല്ല സ്വഭാവമാണെങ്കിൽ അവർക്ക് വേറെ നേരത്തെ വേറൊരു സ്വഭാവമാവും. അതൊക്കെ കണ്ടറിഞ്ഞിട്ട് വേണം നമ്മൾ നിൽക്കാനെന്നുള്ളത് ഞാൻ എന്നോട് മുന്നേ പറഞ്ഞതല്ലേ. അപ്പം ഇജ്ജ് കേട്ടില്ല. എന്നോടിപ്പോൾ സ്നേഹം ഉണ്ടായിട്ടല്ലേ അഫ്സൽ എന്നെ തിരിച്ചു വിളിച്ചത്. ഇമ്മാൻ്റെ കൂട്ടി നാളെ തന്നെ അങ്ങോട്ട് പോവാൻ നോക്ക്. ഇനി വാശി കാണിച്ച് നിൽക്കണ്ട. ഇല്ലമ്മ, ഞാൻ ഒറ്റക്ക് അങ്ങോട്ട് പോവൂല. മൂപ്പരാളെ വരറ്റങ്ങണ്ട് ഇന്നെ അങ്ങോട്ട് കൊണ്ടുപോവാൻ. ഇന്ന അവിടുന്ന് ആരും ഇറക്കി വിട്ടതല്ലെങ്കിലും ഇന്നെ ഷെറീനെ അത്രത്തോളം പറഞ്ഞിട്ടുണ്ട്. അനുഭവിച്ച് എനിക്കറിയുള്ളൂ ഞാൻ എന്താണ് ഈ 2 ആഴ്ചൻ്റെ ഉള്ളിൽ ആ പേരൻ്റെ ഉള്ളിൽ അനുഭവിച്ചെന്നുള്ളത്. അത് ആർക്കും പറഞ്ഞാൽ മനസ്സിലാവൂല, അനുഭവിച്ച് അറിയുമ്പോഴേ മനസ്സിലാവുള്ളൂ. ഞാൻ പോകൂല. എല്ലാം ഈ ഇക്കുണ്ട് ആത്മാഭിമാനം എന്ന് പറഞ്ഞൊരു സാധനം. ഞാൻ ഒന്നും പറയണില്ല എന്നോട്. അല്ല അപ്പം എന്തെന്ന് ഞാനോട് പറയാ? എന്ത് പറഞ്ഞാലും അനുസരിക്കൂല എന്ന് വെച്ചാല് എൻ്റെ ഇഷ്ടം പോലെ എന്താ വെച്ചാൽ കാട്ടോട്. എൻ്റെ വിധിയാണ് ഇതൊക്കെ കാണാനും കേൾക്കാനും. അവ ആ ഇജ് ഇവിടെ തന്നെ ഉണ്ടാ? അല്ല അറിയാൻ പാടിയാ ഞാൻ ചോദിക്കാണ്. എന്താണ് ഉമ്മാൻ്റെ മക്കളും വിചാരം? ഒരു സമാധാനം നിങ്ങൾ തരരുത് കേട്ടോ. എവിടെ ആദി? മൂത്തമ്മത വന്നിക്കണ്. ആദ്യത്തെ മൂത്തമ്മ ഇവിടെ ഉണ്ട്. ഓളാവിയും കൂടിയേ 1 2 പറഞ്ഞിരിക്കുകയാണ്. ഞാനേ ചായ എടുക്കട്ടെ, ചായ വെള്ളമൊക്കെ അവിടെ നിൽക്കട്ടെ. എല്ലാ ആദ്യം അവിടെ ഓളങ്ങോട്ട് വിളിച്ച ഞാൻ ഇവിടെ വണ്ടി ഇറങ്ങിയപ്പോഴേ അവിടുത്തെ അയൽവാസികൾ എൻ്റെ അയൽവാസികളെന്നെ എന്നോട് ചോദിച്ചത് ആദ്യം പിന്നെയും പെട്ടിയും കിടക്കൊക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ പോകുന്നില്ല മൂത്തമ്മാന്ന്. അതുകൊണ്ട് കേട്ടപ്പിന്റെ തോലി ഉരിഞ്ഞി. ഹേയ്, എന്താ എൻ്റെ മകൾ ഇങ്ങനെ? അവ പേടിയാവുണ്ട്. ഈ മൂത്തമ്മ എന്തിനാ അങ്ങോട്ട് വന്നിരിക്കണത്? ഞാൻ അടുത്തത് എനിക്ക് മൂത്തമ്മയുടെ കയ്യിൽ നിന്നാവും. ഒക്കെ ദേഷ്യം വരുന്നുണ്ട്. എനിക്ക് ദേഷ്യം സങ്കടം സഹിക്കാൻ പറ്റണീയടി. ഇതിപ്പോൾ എല്ലാവരും ഇന്നെ ഒറ്റക്ക് നിർത്തി പൊരിക്കണമായിരിക്കായി. മൂത്തമ്മാൻ്റെ അടുത്തുനിന്ന് മൂത്താപ്പാൻ്റെ അടുത്തുനിന്ന് കേൾക്കേണ്ട കാര്യങ്ങളാണല്ലോ ചെയ്തേച്ച് പോന്നിക്കണത്. മൂത്തമ്മ എന്തായാലും മഹർ ഊരിച്ച് പോകുന്ന കാര്യം അറിഞ്ഞിട്ടില്ല തോന്നുന്നു. അറിഞ്ഞിക്കണമെന്നുണ്ടെങ്കിൽ വൈക്കുന്ന തുറത്തും പാട്ട് വായ പോയൊക്കെ. ഇനി മൂത്തന്മാരെ തൊള്ളയുള്ളതേ കേൾക്കാതിരിക്കണ്ട, അതും കൂടി ബാക്കിയുള്ളൂ. ഇനി മൂത്താപ്പിയും കൂടി വിളിച്ചാൽ തൃപ്തിയാവും. ബാക്കിയൊക്കെ ആയി. അല്ല ആദ്യ മൂത്തമ്മ ഒരു കാര്യം ചോദിക്കട്ടെ? മൂത്തന്മാരുടെ കുട്ടിക്ക് അറിയാത്തതൊന്നല്ലല്ലോ. എൻ്റെ ഒപ്പം മരിച്ചതിന് ശേഷം ഇങ്ങളെ 2ആളെയും വളർത്താനേ എൻ്റെ അമ്മി ഞാനും എൻ്റെ മൂത്താപ്പി കുറേ കഷ്ടപ്പെട്ടിക്കണ്. അതിൻ്റെ പുറമെ അന്നെ 2 കെട്ടിക്കാനും കുറേ കഷ്ടപ്പെട്ടിക്കണ്. അതൊന്നിച്ച് മറന്നിട്ടില്ലല്ലോ. അറിയും മൂത്തമ്മ. പക്ഷെ ഞാൻ മൂത്തമ്മ ഇക്കൊന്നും അറിയാഞ്ഞിട്ടല്ല. ഇമ്മി ഷെറീനും കൂടി ഇന്നെ അത്രയും അവിടെ ഇട്ടുകൊണ്ട് വേദനിപ്പിച്ചപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. ഇന്നെ പറഞ്ഞത് ഞാൻ സഹിക്കും മൂത്തമ്മ. പക്ഷെ അവന് ഇമ്മാനെ പറ്റിക്കാണ്ട് മോശപ്പെട്ട രീതിയിലുള്ള സംസാരമാണ് എന്നോട് ഷെറീന് പറഞ്ഞത്. എല്ലാം കൂടി കേട്ടപ്പോൾ എൻ്റെ സമനില തെറ്റി. അങ്ങനെ ഇറങ്ങിപ്പോന്നതാണ് ഞാൻ. ആ പോരല് ഞാനും അഫ്സൽക്ക് കിട്ടിയ മഹറെ അവിടെ ഊരി വെച്ചിങ്ങാണ്ട് പോന്നത്. എൻ്റെ പടച്ചോനെ, എൻ്റെ ആൾ എന്താണ് ഈ കാട്ടിക്കൂട്ടിയത്? ആദ്യം അഫ്സൽ മോനെ, അന്നെ ജീവനായിട്ട് തന്നെയല്ലേ നോക്കണത്. മോളെ, ആ പെരയിൽ അന്നെ എൻ്റെ നാത്തൂന് എൻ്റെ അമ്മായിനിട്ടേ ചെയ്യണ ക്രൂരതൊക്കെ ശിക്ഷിക്കേണ്ടതേ എൻ്റെ മാപ്പിള്ളയാണ്. ഇത് എന്ത് പണിയാണ് ഈ ചെയ്തത്? മോളെ, ഭർത്താവ് കെട്ടി മഹറൊക്കെ ഊരി വെച്ച് പോരാനേ എനിക്ക് എങ്ങനെ തോന്നിയത്? സർവ്വസാധാരണയാണ് തെറ്റിപ്പോരലും പിണക്കങ്ങളൊക്കെ. പക്ഷെ ഈ മഹറൊക്കെ ഊരി വെച്ച് പോരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ഇനി അതിന് ചൊല്ലിയാവൂലേ എൻ്റെ നാത്തൂനും എൻ്റെ അമ്മായിയും ഒക്കെ അന്നിട്ട് ഇങ്ങനെ ശിക്ഷിക്കല്? ആ വല്ല ബോധം എനക്കുണ്ടോ? ഞാൻ അതൊക്കെ അതിനോട് പറഞ്ഞു കൊടുത്താണ് മൂത്തമ്മ. മഹറിനെ അതിൻ്റെതായ ഒരു മാത്തണ്ട്. അതൊന്നും തന്നിഷ്ടത്തിന് ഊരി വെച്ചുകൊണ്ട് എൻ്റെ ഇഷ്ടത്തിന് കൊണ്ട് ഇറങ്ങി പോരാനൊന്നും പറ്റൂല എന്നുള്ളത്. അല്ലെങ്കിലും ഞാൻ പറഞ്ഞ വാക്കിനൊന്നും ഒരു വില ഇല്ലല്ല. പണ്ടേ തന്നിഷ്ടം കുറച്ച് കൂടുതലാണ്. ഞാൻ പറഞ്ഞതൊക്കെ എന്താ ഓള് കേട്ടിക്കണത്? ഇപ്പോൾ എന്താ പറഞ്ഞത്? ഓള് ഓൻ്റെ അടുത്തേക്ക് പോണില്ലാന്ന്. ഇതിനൊക്കെ നമ്മൾ എന്തെന്നാ പറയല്? മോളെ ആദ്യ ഈ മൂത്തമ്മ പറഞ്ഞതൊന്നും മൂത്തമ്മാൻ്റെ പൊട്ടി കേൾക്ക്. എല്ലാ പെരയില് നല്ലവരായിട്ടുള്ള അമ്മായിമ്മയും നാത്തുമാരും ആരും ഉണ്ടാവൂല. ചിലവരുണ്ടല്ലോ മോളെ, മരിയോളായി കയറി വരുന്ന പെണ്ണിനെ നല്ലോണം കണ്ണീര് കുടിപ്പിക്കാനായിട്ട് തുനിഞ്ഞിറങ്ങിയ അമ്മായിമ്മയും നാത്തുമാരാവും. അതറിയാം എനിക്ക്. ഒരു കാരണം ഉണ്ടാവൂല, തെറ്റൊന്നും ആ പെണ്ണിൻ്റെ അടുത്ത് ഉണ്ടാവൂല. പക്ഷേങ്കിലേ ഓർക്ക് ആ പെണ്ണിൻ്റെ കണ്ണീര് കാണാന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ വലിയൊരു സന്തോഷം ഇക്കാരം. അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. അങ്ങനത്തെ ഒരു സ്വഭാവത്തിൽ പെട്ടേ നാത്തൂനും അമ്മായിമ്മയാണ് എൻ്റെത്. അതറിയാം എനിക്ക്. ഈ ജോര് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേനും ഇങ്ങോട്ട് ഇറങ്ങി പോരാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഇജൊന്ന് ആലോചിച്ചോക്ക്, അവിടെ ജയിക്കണത് ആരാണ്? എൻ്റെ അമ്മായിമ്മ, എൻ്റെ ക്രൂരത കാട്ടുന്ന നാത്തൂനും, വേറെ ആരുമല്ല. അവർക്ക് ആവശ്യമേ അതന്നെയാണ് അന്നെ ആ പെരേന്ന് ഒന്നും രണ്ടും പറഞ്ഞുങ്ങാണ്ട് പുറത്ത് ചാടിക്കുക എന്നുള്ളത്. അത് ഇജ അവർക്ക് കാണിച്ചു കൊടുത്തും ചെയ്ത്. ഓരെന്തോന്ന് പറഞ്ഞപ്പോൾ ഒന്ന് ഇജ അവിടുന്ന് പെട്ടിയും കിടക്കി എടുത്ത് കണ്ടിങ്ങോട്ട് പോരും ചെയ്ത്. മൂത്തമ്മ ആളെയും വിളിച്ചിട്ടേ നാളെ രാവിലെ ആദിത്താനോടെ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത്താക്ക് അങ്ങോട്ട് പോവാനേ നാണക്കേടാണെന്ന്. അത് ഒറ്റക്ക്. അതിലെന്ത് നാണക്കേടാണ് ആദ്യം? ഇതിൽ അഫ്സൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അഫ്സൽ എന്നോട് ഇങ്ങോട്ട് കൊണ്ടുവരാൻ വരൂല. ഇജെന്നെ ഒറ്റക്ക് അങ്ങോട്ട് പോണെന്ന് പറഞ്ഞതിൽ യാതൊരു തെറ്റും എനിക്ക് തോന്നണില്ല. പിന്നെ ഇജ് നാണക്കേട് വിചാരിച്ചിരുന്നിട്ട് യാതൊരു കാര്യമില്ല. അഫ്സലെ അന്നെ വിശ്വസിക്കാണ്ടല്ലേ ആ വീട്ടിൽ നിർത്തി പോയത്. എന്നിട്ട് ഇജ് ഓനോട് എന്താ ചെയ്തത്? ഓൻ കെട്ടിയേ മഹർ ഊരി വെച്ചിങ്ങാണ്ട് ഇജ് ഓനോടൊരു വാക്ക് പോലും പറയാതെ ഇങ്ങോട്ട് പോന്ന്. ഈ മഹർ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ മോളെ, ഒരു പെണ്ണിന് ഏറ്റവും വലിയ സമ്പാദ്യവും അഭിമാനവുമാണ്. അതറിയാം എനിക്ക്. അതെങ്ങനെ? അതിൻ്റെ എന്തെങ്കിലും ബോധം ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നിഷ്ടത്തിന് അത് ഊരി വെച്ച് പോരൂലല്ലോ. മൂത്തമ്മാൻ്റെ മോളെ വേറൊരു കാര്യം കൂടി മനസ്സിലാക്കണം. എൻ്റെ ഇഷ്ടത്തിന് ആ മഹർ അവിടെ ഊരി വെച്ച് പോന്നപ്പോഴേ ഇജ് തോൽപ്പിച്ചത് ആരെയെന്നറിയാം? എൻ്റെ കെട്ടിയ ഭർത്താവിനെ തന്നെ. വേറെ ആരെയല്ല. കാണുന്നവര് കേൾക്കുന്നവരും എന്താ വിചാരിക്കല്? ഓനക്കൊരു വില ഈ കൊടുക്കണില്ലാന്ന്. ഇജ് നാളെ രാവിലെ തന്നെ ഓൻ്റെ അടുത്തേക്ക് ഇജ് ഒറ്റക്ക് തന്നെ പോണം. ഓൻ എന്നോട് ചെല്ലാൻ പറഞ്ഞതിൽ യാതൊരു തെറ്റില്ല. ആ ചെക്കൻ്റെ നല്ല മനസ്സുകൊണ്ടാണ് ഓൻ എന്നെ പിന്നെയും തിരിച്ചു വിളിച്ചത്. വേറെ വല്ല ആണുങ്ങളാണെന്നുണ്ടെങ്കിലേ വിളിക്കൂല മോളെ. ചെന്നിട്ടേ ആ ഊരി വെച്ച മഹറുണ്ടല്ല അതെടുത്തുകൊണ്ട് കഴുത്തിലിടാൻ നോക്ക്. അമ്മായിമ്മയും നാത്തൂനും ഒക്കെ പലതും പറയും. ചിലപ്പോൾ കളിയാക്കിയെന്നും വരും. മൂത്തമ്മാൻ്റെ മോൾ അതൊന്നും മൈൻഡ് ചെയ്യണ്ട. മനസ്സിലായില്ലേ? തെറ്റ് എൻ്റെ അടുത്ത് തന്നെയാണ്. അഫ്സൽ വന്നിട്ട് ഓനോട് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇങ്ങോട്ട് ഇറങ്ങി പോരാണെങ്കിൽ തെറ്റുണ്ടായിരുന്നില്ല. ഇതിപ്പോ ഓനോട് പറയാതെ തൻ്റെ ഇഷ്ടത്തിന് ഇങ്ങോട്ട് ഇറങ്ങി പോന്നതേ. അപ്പൊ തെറ്റ് ആരെ ഭാഗത്താണ്? മൂത്തമ്മാൻ്റെ മോളെ ഭാഗത്ത് തന്നെയാണ്. എനിക്ക് പേടിയ മൂത്തമ്മ അങ്ങോട്ട് ഇനി കയറി ചെല്ലാൻ. അവരിഞ്ഞി വീണ്ടും ഉപദ്രവിക്കുമെന്നുള്ളൊരു ഭയം. പിന്നെ അതല്ല, ഇന്നെ കാണുമ്പോൾ ഈ ഇറങ്ങിപ്പോന്നതിൻ്റെ പേരിൽ പരിഹസിക്കൂലേ? പോരുമ്പോൾ അത്ര ധൈര്യത്തിൽ ഇറങ്ങിപ്പോയതല്ല. പിന്നെയും വലിഞ്ഞു കയറി വന്നില്ലെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് പറയും? ഷെറീനാണ് ആള്. ഇമ്മാനെ ഷെറീൻ അങ്ങനെ ആക്കാണ്. ഇമ്മ ഒരു പാവാണ്. പക്ഷെ ഷെറീനാൻ്റെ സ്വഭാവമാണ്. പരിഹസിക്കും മോളെ. അവരെന്നെ കൂടുതൽ വേദനിപ്പിക്കാനേ നോക്കുള്ളൂ, അല്ലാതെ ഓരെന്നെ സ്നേഹിക്കൊന്നും ഇല്ല. പക്ഷേങ്കിലേ ഇൻ്റാളെ തിരിച്ച് ഒന്നും പറയാൻ പോവണ്ട. ഓരെന്താച്ച പറഞ്ഞോട്ടെ. എൻ്റെ ഭർത്താവിൻ്റെ സ്നേഹമാണ് മോളെ എൻ്റെ തണല്. മൂത്തമാരുടെ മോളെ അതാദ്യം മനസ്സിലാക്ക്. ഇൻ്റാളുണ്ടല്ല ആരെന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പതറാതെ ഉറച്ചു നിൽക്കണം. മനസ്സിലായില്ലേ? ഒന്ന് പറഞ്ഞ രണ്ടാമത്തേനെ ഇറങ്ങി പോരുമ്പോഴല്ല അന്നെ പറഞ്ഞ ആൾക്കാരെ മുന്നിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കണം. അപ്പോഴാണ് ഒരു പെണ്ണിന്റെ ആത്മാഭിമാനം എന്ന് പറഞ്ഞ സാധനെ ജയിക്കണത്. അവരെ മുന്നിലാണ് ജീവിച്ച് കാണിച്ചു കൊടുക്ക്. അനക്ക് കൂട്ടായിട്ട് അവിടുത്തെ ഉപ്പിയും റീനും ഒക്കെ ഇല്ലേ? അതന്നെ ധാരാളാണ്. അഫ്സലും ഉണ്ട്. ആ ചെക്കൻ നല്ലൊരു ചെക്കനാണ് മോളെ. പിന്നെ മൂത്തമ്മാരുടെ മോൾ ഒരു കാര്യം മനസ്സിലാക്കണം. 2 ആഴ്ച ആയിട്ടുള്ള കല്യാണം കഴിഞ്ഞിട്ടെന്ന്. ഇൻ്റെ ആള് നാളെ തന്നെ അങ്ങോട്ട് തിരിച്ചു പോവാൻ നോക്ക്. പിന്നെ മോളെ മൂത്തമ്മ ഒരു കാര്യം പറഞ്ഞുതരാം.
ഇത് വാശി കാണിച്ചിട്ടേ ഇഞ്ഞു ഇവിടെ തന്നെ നിൽക്കാനാണ് ഭാവം എന്നുണ്ടെങ്കിൽ നാട്ടുകാർ മൊത്തേ എൻ്റെ ഉമ്മാനെ പറയും. ഒരു പ്രാവശ്യം കല്യാണം കഴിഞ്ഞ് അവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങിപ്പോന്ന് രണ്ടാമത്തെ പ്രാവശ്യം കല്യാണം കഴിപ്പിച്ച് വിട്ട് ആ പെണ്ണ് ആ പെരയിൽ നിൽക്കണില്ല. അപ്പൊ കുറ്റം ആറ് ഭാഗത്തേക്കാരോ? എൻ്റെ ഉമ്മാനെയും പറയും ചെയ്യും, അന്നയും പറയും ചെയ്യും. ഈ പമ്പർന്നോൾക്ക് പിന്നെ പുറത്തേക്ക് ഇറങ്ങി നടക്കാൻ പറ്റുമോ? പറ്റൂല മോളെ. മനസ്സിലായില്ലോ മൂത്തമ്മ പറഞ്ഞത്? മൂപ്പത്തിയൊരു നല്ല ആലോചനയിലാണല്ലോ. ആദ്യത്തെ നാളെ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോണ്ടല്ല അവിടുത്തെ ഉമ്മി ചെറിയ എന്തെങ്കിലുമൊക്കെ പറയാന്നുണ്ടെങ്കിൽ കേട്ടുങ്ങാണ്ട് കരഞ്ഞിങ്ങാണ്ട് നിൽക്കണ്ട. നല്ലോണ്ട് പറഞ്ഞോണ്ടി. ഇങ്ങോട്ട് ഒന്ന് പറയുമ്പോൾ 10 അങ്ങോട്ട് പറഞ്ഞോണ്ടി. എല്ലാന്ന് അവർക്കൊക്കെ മിണ്ടാതെ നിന്നിട്ടുള്ള കേടാണ്. നല്ല അങ്ങോട്ട് പറയാന്നുണ്ടെങ്കിൽ താനേ പുലിക്കുട്ടികൾ പൂച്ചക്കുട്ടികളായിക്കോളും. അല്ലെങ്കിൽ ആദ്യത്താൻ്റെ അടുത്ത് തെറ്റൊന്നും ഇല്ലല്ലോ. ഇനിയിപ്പോൾ കാര്യം എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഏത് പെണ്ണായാലും ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ സഹിച്ച് നിൽക്കൊന്നുമില്ല. മോളെ, ഇമ്മാൻ്റെ കുട്ടീനോടേ ഇമ്മ ദേഷ്യപ്പെടുന്നതേ ഇമ്മാൻ്റെ കുട്ടീനോട് സ്നേഹം ഇല്ലാഞ്ഞിട്ടല്ല, എനക്കറിയാഞ്ഞിട്ടാണ്. മക്കൾ ഇവിടെ കെട്ടിച്ചു കൊടുത്തുനിന്ന് പെരയിൽ വന്ന് നിൽക്കാന്ന് പറയുമ്പോൾ ഏതൊരു ഉമ്മാക്ക് നെഞ്ചിൽ ആളലാണ് മോളെ. പ്രത്യേകിച്ച് ഉമ്മാക്ക് എൻ്റെ കാര്യത്തിൽ കുറച്ച് കൂടുതലാണ്. ഈ കവ്വൻ്റെ കാര്യത്തിൽ യാതൊരു പേടിയില്ല. അവ ഒന്നും ഇങ്ങോട്ട് പറഞ്ഞ 10 അങ്ങോട്ട് പറയുന്ന ഐറ്റാന്നുള്ളതേ ഇമ്മാക്ക് നല്ലോ അറിയാം. പക്ഷെ ഇമ്മാൻ്റെ കുട്ടീൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ഒരു ജീവിതം തന്നെ ഉമ്മാൻ്റെ കുട്ടീനോട് ഞാൻ പറഞ്ഞു തരണ്ടല്ല. ഇമ്മാൻ്റെ കുട്ടിയെ നാളെ തന്നെ അഫ്സലിൻ്റെ പെരേക്ക് പോവാൻ നോക്ക്. ഓൻ എന്നോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞതല്ലേ, അന്യം കാത്തു നിൽക്കോന്. ആ വീട്ടിലുള്ളവരെ ഇമ്മാൻ്റെ കുട്ടീനോട് എന്ത് തന്നെ ക്രൂരത കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇൻ്റെ ആളെ അഫ്സൽ മോനെ കൈവിടരുത് കേട്ടോ. അഫ്സൽ മോൻ്റെ സ്നേഹത്തിലാണ് ഇമ്മാൻ്റെ കുട്ടീൻ്റെ ജീവിതം കെടുക്കുന്നത്. മോളെ, ഇമ്മ എപ്പോഴും പറയാണ് എന്നെ ആദ്യം കെട്ടിച്ച് ഭർത്താവിൻ്റെ സ്വഭാവം പോലെ അല്ല നമ്മൾ അഫ്സൽ മോൻ്റെ സ്വഭാവം. ഒരു പഞ്ഞ പാവാണ്. അതിനെ കൈവിടരുത് മോളെ. പഠിച്ചോൻ പോലും പൊറുക്കോലും ഉമ്മാൻ്റെ കുട്ടീനോട്. അന്നെ എല്ലാം അറിഞ്ഞുകാണ്ട് അന്നെ സ്വീകരിച്ചവനാണ്. ഇത് മറ്റുള്ളവരതൊന്നും നോക്കണ്ട. അവൻ്റെ ഉമ്മാൻ്റെതോ പെങ്ങളതോ ആർത്തിച്ച് നോക്കണ്ട. ഓ അന്നെ സ്നേഹിക്കുണ്ടോ അത് മാത്രം നോക്കിയാൽ മതിച്ച്. അതെ മോളെ, ഇജിഞ്ഞേ എൻ്റെ അമ്മായിമാൻ്റെയും നാത്തൂൻ്റെ മുന്നിൽ കരയാൻ നിൽക്കരുത് കേട്ടാ. എൻ്റെ കരച്ചിൽ കാണാനാവും ഒരിക്കേറെ സന്തോഷം. ഓരോ മുന്നിലിച്ച് നല്ല സന്തോഷത്തോടെ ചിരിച്ച് ജീവിച്ച് കാണിച്ചു കൊടുക്കണം. അപ്പോൾ അവർക്ക് മനസ്സിലാവും ഓരോ ഈ മാഞ്ഞാളക്കാളി ഒന്നും എൻ്റെ അടുത്ത് നടക്കൂലെന്നുള്ളത്. പിന്നെ ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ സ്നേഹത്തിൻ്റെ മുന്നിൽ ഒരിക്കൽ തോൽവി പറയേണ്ടി വരും മോളെ. നോക്കിക്കച്ചി, ഈ മൂത്തമ്മ പറഞ്ഞത് നോക്കിക്കച്ചി, അതേപോലെ നടക്കും. ഒരു കാലത്തെ നാത്തൂനും അമ്മായിമ്മയും എൻ്റെ അടുത്തേക്ക് തന്നെ വരും, വേറെ ആരുടെ അടുത്തേക്കും പോവില്ല. ഒന്ന് അവിടെ വീണ് കിടന്നിട്ടുണ്ടെങ്കിൽ ഒരു തുള്ളി വെള്ളം കൊടുക്കാനേ എൻ്റെ കൈ തന്നെ വേണ്ടി വരും എൻ്റെ അമ്മായിമാക്ക്. റീനു ചെറിയേ വരൂല എൻ്റെ അമ്മായിമാൻ്റെ അടുത്തേക്ക്. റീനു പിന്നെയും വന്നൂടായില്ല, അതൊരു മനുഷ്യപ്പറ്റുള്ള കുട്ടിയാണ്, നമ്മൾ അവൻ്റെ കൂട്ടത്തിൽ പറഞ്ഞ മാതിരിക്ക്. പക്ഷെ ഷെറി ഉണ്ടല്ലോ, ഷെറിന് എൻ്റെ അമ്മായിമാക്ക് തിരിയിട്ട് തെരഞ്ഞാൽ പോലും കാണൂല എൻ്റെ അമ്മായിമ്മ അവിടെ വീണ് കിടക്കുന്ന സമയത്ത്. അങ്ങനൊന്നും ഇല്ലാതിരിക്കട്ടെ, പറഞ്ഞു പോവുകയാണ്. എൻ്റെ കുട്ടി നാളെ രാവിലെ തന്നെ അങ്ങോട്ട് പോയിക്കോ, ഒരു കുറവും വിചാരിക്കണ്ട. ഓനോട് പറയാതെല്ലാം ഇങ്ങോട്ട് ഇറങ്ങി പോകുന്നത്. അപ്പൊ ഞാൻ വന്ന് വിളിച്ച് കൊണ്ടോണം എന്നുള്ള വാശിയൊന്നും വേണ്ട. തെറ്റ് എൻ്റെ ഭാഗത്താണ്. ശരിയാണ്, മൂത്തമ്മാൻ്റെ മോള് കുറച്ചൊന്നല്ല അവിടെ അനുഭവിച്ചിരിക്കുന്നത് ഈ 2 ആഴ്ച കൊണ്ട്. മൂത്തമ്മാക്കും എൻ്റെ ഉമ്മാക്കും എല്ലാവർക്കും മനസ്സിലാവും. ഇനി ഇന്നിപ്പോ ചിലപ്പോൾ മൂത്താപ്പ വിളിക്കേക്കാരം. മൂത്താപ്പാക്ക് കട പൂട്ടി പോരാൻ നേരം ഇല്ലാഞ്ഞിട്ടാണ്, അല്ലെ എൻ്റെ കൂടെ കൊണ്ട് വരുവായിന്ന്. ഇനിയിപ്പോൾ ഏതായാലും ഞാൻ മൂത്താപ്പാനോട് വിളിച്ച് പറയാൻ പോവുകയാണ്, നാളെ രാവിലെ പോയതിന് ശേഷം ഞാൻ അങ്ങോട്ട് വരണുള്ളൂ എന്ന്. അക്കുവിനോടൊക്കെ എന്നെ വന്ന് കൊണ്ടുപോകാൻ പറയണം. ഇച്ച് പോയതിന് ശേഷം ഞാൻ പോകണുള്ളൂ നാളെ. മൂത്തമ്മാരുടെ മോള് പൊയ്ക്ക നാളെ. ഇനിയൊന്നും ചിന്തിക്കണ്ട, മനസ്സിലായില്ലേ? മൂത്തമ്മ, ഇമ്മ, ഞാൻ നാളെ രാവിലെ പോയിക്കൊണ്ട്. എന്നെ കൊണ്ടുപോകാനേ അഫ്സലേക്ക് വരുമൊന്നും വേണ്ട, ഞാൻ നാളെ രാവിലെ തന്നെ പോയിക്കൊണ്ട്. മൂത്തമ്മ പറഞ്ഞ പോലെ അവരുടെ മുന്നിൽ ഞാൻ ജീവിച്ച് കാണിക്കും. എന്നെ കുറ്റപ്പെടുത്തിയവരുടെ മുന്നിലും പരിഹസിക്കണവരുടെ മുന്നിൽ അഫ്സലിക്കാൻ്റെ കൂടെ സന്തോഷിച്ച് ജീവിച്ച് കാണിച്ചു കൊടുക്കും ഞാൻ. ഇന്നല്ലെങ്കിൽ നാളെ ഈ ആദിനെ അവിടുത്തെ ഉമ്മാക്കും
ഷെറിക്കും മനസ്സിലാവാതിരിക്കൂല. റീനു അഫ്സലിക്ക് ഇപ്പിന്നെ സ്നേഹിക്കണ പോലെ തന്നെ ഷെറി ഇമ്മിനെ സ്നേഹിക്കും, ഉറപ്പുണ്ട്. ഇമ്മയും മൂത്തമ്മയും വിഷമിക്കണ്ട. പക്ഷെ ഞാൻ നാളെ ഇവിടുന്ന് പോണതേ ഈ ആദ്യമായിട്ടല്ലേ കാരം, പുതിയ ഒരാദ്യമായിട്ടേ കാരം. ഉറപ്പാണ് ഇനി ഇതുപോലെ ഒരു തെറ്റുവരവ് ഞാൻ ഈ വീട്ടിലേക്ക് വരൂല. അല്ലെങ്കിൽ ഈ മൂത്തമ്മക്ക് അറിയാലോ മൂത്തമ്മാൻ്റെ കുട്ടി ഒരു പാവാണെന്നുള്ളത്. എടുത്തുചാട്ടത്തിന് ഓരോന്ന് ചെയ്ത് കൂട്ടുക എന്നല്ലാതെ